താമരശ്ശേരി ചുരത്തിന്റെ കാര്യം വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിലെ സുലൈമാൻ വിവരിക്കുന്ന ഹാസ്യരംഗം കണ്ട് ചിരിച്ചു മറയാത്ത ഒരു തലമുറ ഉണ്ടാവില്ല. ശുദ്ധഹാസ്യത്തിന്റെ അമിട്ടുകളുമായി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്ന അനശ്വര കലാകാരൻ കുതിരവട്ടം പപ്പു അതുല്യമാക്കിയ താമരശ്ശേരി ചുരമെന്ന പ്രശസ്ത സംഭാഷണം 4 വട്ടം എടുത്തിട്ടും ശരിയാകാതെ ചിത്രത്തിന്റെ സംവിധായകൻ പ്രിയദർശനം വട്ടം കറക്കിയിരുന്നു. മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ജപ്തി ചെയ്ത റോഡ് റോളർ നഗരസഭയുടെ വളപ്പിൽ നിന്നും എടുത്തു മാറ്റാൻ നന്നാക്കാൻ വന്നതായിരുന്നു സുലൈമാൻ എന്ന പപ്പുവിന്റെ കഥാപാത്രം. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിന് മുന്നിൽ വെച്ചായിരുന്നു ഈ രംഗം ഷൂട്ട് ചെയ്തത്. വളരെ നീണ്ട ഡയലോഗാണ് പപ്പുവിന് പറയാനുള്ളത്. പക്ഷേ 4 തവണ എടുത്തിട്ടും പപ്പുവിന് നീണ്ട സംഭാഷണം ശരിയായി വന്നില്ല. 4ഓളം മാഗസീൻ ഫിലിം പാഴായി. ഒടുവിൽ ഒന്നുകൂടി നോക്കാമെന്ന് സംവിധായകൻ പ്രിയദർശൻ ആക്ഷൻ പറഞ്ഞു. എന്നിട്ടും പപ്പുവിന് ശരിയായില്ല. ഉടനെ തന്നെ പ്രിയൻ ചോദിച്ചു, എന്താ പപ്പുവേട്ട ഡയലോഗ് ഒന്നും ശരിയാകുന്നില്ല? അഡ്വാൻസ് വരുന്നതിന് മുമ്പേ ഡയലോഗ് തന്നതല്ലേ? ഇത് കേട്ടതും പപ്പു അടക്കം ലൊക്കേഷനിലാകെ പൊട്ടിച്ചിരിച്ചു. വീണ്ടും പ്രിയൻ പപ്പുവിന് അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, പപ്പുവേട്ട താമരശ്ശേരി ചുരമൊന്ന് കേട്ടിട്ടോ? പപ്പു പ്രിയനെ നോക്കി സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു കോഴിക്കോടൻ ചിരി പാസാക്കി. അടുത്ത ടേക്കിലായിരുന്നു തലമുറയെ ആവർത്തിപ്പിച്ച് ചിരിക്കുന്ന താമരശ്ശേരി ചുരം ഉണ്ടായത്. ഭയങ്കരം തന്നെ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട ആള്